പശ്ചിമേഷ്യയിലെ യുദ്ധം കൊണ്ട് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു വിഷയം, അമേരിക്ക ഇറാനെ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഇറാന് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നത്. ഇപ്പോൾ ഇറാനെ അമേരിക്ക ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊടുക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഹോർമൂസ് കടലിടുക്കിനെ കൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരു ഉപയോഗവുമില്ല. പക്ഷെ അവര് നാളുടെ സമയത്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാവാം എന്ന് ലോക രാഷ്ട്രങ്ങളുടെ മുൻപിൽ വളരെ വിദഗ്ധമായിട്ട് അവതരിപ്പിച്ച് ഇറാൻ എന്ന ഒരു രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചിന്തിച്ച വിഷയങ്ങൾ, ഒരിക്കലും ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധം ചെയ്യാൻ വരുന്നത് അമേരിക്കയും ഇസ്രായേലും ആയിരിക്കത്തില്ല. ആ ഹോർമൂസ് കടലിടുക്കിലൂടെ ആരൊക്കെയാണോ ഗതാഗതം നടത്തുന്നത് ആ രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടും. അതിനുള്ള എല്ലാ വഴികളും ഇറാൻ അറിയാതെ തന്നെ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ ചിന്തിച്ച ഇസ്രായേലിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് മറ്റുള്ള സ്ഥലത്തുള്ള ഇറാൻ അനുകൂലികളെ എല്ലാം അടിച്ചൊതുക്കി വരികയാണ്. അത് എവിടെയുണ്ടോ അവിടെയെല്ലാം ഇസ്രായേല് അവരെ എല്ലാം കൊന്നു കൊണ്ടുവരികയാണ്. എന്തിനാണ്? ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഇറാൻ ഇതുവരേക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇറാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അമേരിക്ക എന്ത് പറഞ്ഞോ അത് തന്നെ ശരിയാണെന്ന് ലോക രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇറാൻ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നത്.